ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഉറപ്പായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ചോദ്യം ഉത്തരവും പറയാം, അതിന് ആദ്യം ചോദ്യം മാത്രം പറഞ്ഞു പോവാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് എത്രമാത്രം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് നിങ്ങൾ തെറ്റ് വരുത്തുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിയല്ലാത്ത പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. രണ്ടാമത്തെ പ്രസ്താവന ബി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക തിരുവിതാംകൂറുകാരൻ ബാരിസ്റ്റർ GP പിള്ളയാണ്. സി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഡി, GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മലയൻ കീഴ് ഗോപാലകൃഷ്ണനാണ്. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. എ മാത്രം, എയും സിയും മാത്രം, ഡി മാത്രം, സി മാത്രം. ഇത് ശരിയല്ലാത്തതാണ് പറഞ്ഞത് കേട്ടോ. ഇതിലേതാണ്? രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ. രണ്ടാമത്തെ പ്രസ്താവന, ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത് ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിലാണ്. മൂന്നാമത്തേത്, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയിയായ കേഴ്സൺ പ്രഭുവിനാണ്. ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. എ ആൻഡ് ബി ഓൺലി, ബി ആൻഡ് സി ഓൺലി, എ ബി സി, എ ബി ഡി. ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, പുന്നപ്പറ വയലാർ സമരവുമായി ബന്ധപ്പെട്ട സൃഷ്ടികൾ ചുവടെ കൊടുക്കുന്നു. ചേരുംപടി ചേർക്കുക. എ പാർട്ട് ഉണ്ട്, ഓക്കെ, എ പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബി പാർട്ട് ഉണ്ട്. എ പാർട്ട്, ബി പാർട്ട്, കുറച്ച് സൃഷ്ടികളും അതിൻ്റെ രചയിതാക്കളുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഉലക്ക, ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം, വയലാർ ഗർജിക്കുന്നു, തലയോട്. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇതാണ് എ പാർട്ടിലുള്ളത്. തകഴി, പി കേശവദേവ്, പി ഭാസ്കരൻ, കെ വി മോഹൻകുമാർ കിട്ടിയിട്ടുണ്ടാകും. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കണം. പുന്നപ്പറ വയലാർ സമരവുമായി ബന്ധപ്പെട്ട സൃഷ്ടികളാണ് ഉലക്ക, ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം, വയലാർ ഗർജിക്കുന്നു, തലയോട്. ഇതെല്ലാം പുന്നപ്പറ വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. അഗെയിൻ, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം, എ പാർട്ട്. ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശനം, 5ാം കേരള സന്ദർശനം, 2ാം കേരള സന്ദർശനം. ഇവിടെ ബി പാർട്ട്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തീർത്ഥയാത്ര എന്ന് വിശേഷിപ്പിച്ച സന്ദർശനം, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം, ഗാന്ധിജിയുടെ തെക്കേ ഇന്ത്യ പര്യടനത്തിൻ്റെ ഭാഗമായി എന്നിങ്ങനെ എ പാർട്ടും ബി പാർട്ടും തന്നിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം എഗെയിൻ നമ്മുടെ ചേരുംപടി ചേർക്കൽ തന്നെയാണ്. ഇവിടെയും എ പാർട്ട്, ബി പാർട്ട് എന്നിവ തന്നിട്ടുണ്ട്. എ പാർട്ടിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്, ആധുനിക ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്, ഡൗൺ ടു എർത്തിൻ്റെ ചീഫ് എഡിറ്റർ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക.
മേധ പട്കർ, റേച്ചൽ കേഴ്സൺ, സുനിത നാരായൺ, വാങ്കാരി മാതായ് എന്നിങ്ങനെയാണ് ഇതിൽ എ പാർട്ടും ബി പാർട്ടും തന്നിട്ടുള്ളത്. ഇതെന്ത് ചെയ്യണം, നിങ്ങൾ ചേരുപടി ചേർക്കണം. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ, നെഫ്രോൺ, മസ്തിഷ്കം, സുഷുമ്ന. ഏഴാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നത് ഏത് നിയമമാണ്? ആർക്കിമിഡിസ് തത്വം, പാസ്കൽ നിയമം, പ്ലവന തത്വം, പ്ലവക്ഷമഫലം. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ദ്വിമണ്ഡല സംവിധാനത്തിന് ബൈക്യാമറലിസം ദ്വിമണ്ഡല സംവിധാനത്തിന് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? ഓസ്ട്രേലിയ, USA, ബ്രിട്ടൻ, അയർലാൻഡ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും പഴക്കമുള്ള എക്കൽ മണ്ണാണ്? ബംഗർ, ഖാദർ, ഭാബർ, ടെറായ്. കിട്ടിയോ? ഓക്കെ അല്ലേ? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യമാണ്. മാനാ ചുരം, നിധി ചുരം, ലിപുലേഖ് ചുരം എന്നിവ ഏത് സംസ്ഥാനത്താണ്? ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കുക. നിങ്ങൾ ഇതിൽ ഓരോന്നും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് ആൻസേഴ്സ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? GP പിള്ളയാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ശരിയാണ്. അപ്പോൾ എ ഓപ്ഷനുള്ള എല്ലാം നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാവുന്നതാണ്? എലിമിനേറ്റ് ചെയ്യാം. എ കളയാം, ബി കളയാം. CO/DO ആണ് നമ്മുടെ ഓപ്ഷൻ ഉണ്ടാവുക. CO/DO ആണ് നമ്മുടെ ഓപ്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക തിരുവിതാംകൂറുകാരൻ ബാരിസ്റ്റർ GP പിള്ളയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക തിരുവിതാംകൂറുകാരൻ. അതും ശരിയാണ്. അപ്പോൾ ബി ശരിയാണ്. അപ്പോൾ ബി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്കിവിടെ ബി ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. അവിടെ ഒരു തെറ്റുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി എന്ന് പറയുമ്പോൾ ചേറ്റൂർ ശങ്കരൻ നാരായണനാണ്. ഓക്കെ, ശങ്കരൻ നാരായണനാണ്. ചേറ്റൂർ ശങ്കരൻ നാരായണനാണ് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി. ഇവിടെ GP പിള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ സി ആണ് തെറ്റ്. അപ്പോൾ സി മാത്രമാണ് തെറ്റായിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കുക, ഡിയും സിയും ഉണ്ട്. അപ്പോൾ ഡി കൂടി നോക്കണം. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? മലയൻ കീഴ് ഗോപാലകൃഷ്ണനാണ്. അത് ശരിയാണ്. അപ്പോൾ അതും ശരിയാണ്. ഇവിടെ ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എയും സിയും കൂടി തരുമ്പോൾ പ്രസ്താവനകൾ എന്നുണ്ടല്ലോ, അപ്പോൾ ഇതന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ചിലപ്പോൾ നമ്മൾ കറുപ്പിക്കാം. അപ്പം നമ്മുടെ തെറ്റും. ഇവിടെ ഓപ്ഷൻ ഏതാണ് ശരി? ഇവിടെ സി മാത്രം എന്നുള്ളതാണ് ശരി. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കുക, സിയിലാണോ ഡിയിലാണോ? ഡിയിലാണ്. അപ്പോൾ കറുപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കറുപ്പിച്ചില്ലെങ്കിൽ അവിടെ മാർക്ക് പോവും. രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ. ശരിയല്ലേ? ശരിയാണ്. 896 തന്നെയാണ്. ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. ഇനി ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ്. ഡോക്ടർ പൽപു തന്നെയാണ് ഈഴവ മെമ്മോറിയൽ. അതിൽ കറക്റ്റ് തന്നെയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ടല്ല, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാ. ഇത് ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഈഴവ മെമ്മോറിയൽ അല്ല, മലയാളി മെമ്മോറിയലുമായി ബന്ധമുള്ളതാണ്. അപ്പൊ ഇത് തെറ്റാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയിയായ കേഴ്സൺ പ്രഭുവിനാണ്. അത് ശരിയാണ്. ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏവാന്നാ ചോദിച്ചത്. നമ്മൾ പെട്ടെന്ന് സി കാണുമ്പോൾ അല്ലേ, തെറ്റാണ്. സി തെറ്റാണ്. അപ്പോൾ എയും ബിയും ഡിയുമാണ് ഇവിടുത്തെ ശരി ഉത്തരം. A, B, D എന്നുള്ളത് ഓപ്ഷൻ
ഡി ആണ്. ഓപ്ഷൻ ഡി, എ ബി ഡി, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട സൃഷ്ടികൾ. ഉലക്ക എന്നത് ഏത് ആരുടെയാണ്? ഉലക്ക അറിയുമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ അടുത്തതിലേക്ക് വരിക. ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നത്, ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം കേട്ടിട്ടുണ്ടാവും, അത് KV മോഹൻകുമാർ. ഇനി വയലാർ ഗർജിക്കുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തലയോട് നോക്കാം. തലയോട് തകഴിയുടേതാണ്. തലയോട് തകഴിയുടേതാണ് തലയോട്. അപ്പോൾ ബി വന്നിട്ട് 4 ബി 4, ഡി വന്നിട്ട് 1. അപ്പോൾ ബി 4 ഏതൊക്കെയുണ്ട് നോക്കുക. ബി 4 ഏതെല്ലാം ഉണ്ട് എന്ന് നോക്കുക. 3 ഉണ്ട്. ഡി 1 വരുന്ന ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. ഇതും മാത്രമാണ് അല്ലേ, എയും സിയും മാത്രമാണ്. ഇനി അപ്പോൾ നമുക്കിത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത് ഡി മാത്രം എലിമിനേറ്റ് ചെയ്ത് കളയാം, അതുപോലെ ബി എലിമിനേറ്റ് ചെയ്ത് കളയാം. 2 നമ്മുടെ മുന്നിലുണ്ട്. എ ആണോ സി ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഇനി ഇവിടെ നോക്കുക, എ ഉലക്ക എന്നുള്ളത് KP കേശവദേവുമായി ബന്ധപ്പെട്ടതാണ്. പി കേശവദേവ, KP കേശവദേവല്ല, പി കേശവദേവുമായി ബന്ധപ്പെട്ടതാണ് ഉലക്ക. ഉലക്ക ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി കേശവദേവുമായി ബന്ധപ്പെട്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് പി കേശവദേവ്, ഉലക്ക. ഇനി വയലാർ ഗർജിക്കുന്നു ആരുമായി ബന്ധപ്പെട്ടായിരിക്കും? തീർച്ചയായിട്ടും സി വന്നിട്ട് 3, അതായത് പി ഭാസ്കരനുമായി ബന്ധപ്പെട്ടതാണ്. വയലാർ ഗർജിക്കുന്നു പി ഭാസ്കരൻ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. എ ആണ് ഇതിൻ്റെ ഉത്തരം വരിക കേട്ടോ. എ ആണ് ഇതിൻ്റെ ഉത്തരം വരിക, എ. 4ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശനം, 5ാം കേരള സന്ദർശനം, 2ാം കേരള സന്ദർശനം. ഇത് നമുക്ക് എ പാർട്ട് ബി പാർട്ടായിട്ട് 2 ഭാഗത്ത് തന്നാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് ഇങ്ങനെ തന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇവിടെ ചേരുംപടി ചേർക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇന്ന് മാർക്ക് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളതാണ്. ഓക്കെ, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്ന് പറയുന്നത് എന്തുമായി ബന്ധമുള്ളതാണ്? ഖിലാഫത്ത് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ 1920 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഖിലാഫത്തിൻ്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സമയം ആലോചിച്ച് നോക്കിയേ, 1919. അപ്പോൾ നമുക്കിവിടെ വരുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം. ഇവിടെ നോക്കുക, വൈക്കം സത്യാഗ്രഹം അല്ല, 24. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 എ എന്ന് പറയുന്നത് എന്താണ്? 3. ഓക്കെ, എ 3 ആയി. ഓക്കെ, എ ഏതാണ്? എ എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ എ 3 ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. എ 3 ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സി ആണ് ഉത്തരം. ഇനിയിപ്പോൾ ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശനം എന്ന് പറയുന്നത് നോക്കുക. ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശനം എന്ന് പറയുമ്പോൾ അത് ഗാന്ധിജിയുടെ തെക്കേ ഇന്ത്യ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ്. തെക്കേ ഇന്ത്യ പര്യടനം. 5ാം കേരള സന്ദർശനം എന്ന് പറയുന്നത് എന്തുമായി ബന്ധമുള്ളതാണ് എന്നൊരു ചോദ്യം വരും. 5ാം കേരള സന്ദർശനം എന്ന് പറയുന്നത്, ഓക്കെ, 5ാം കേരള സന്ദർശനം തീർത്ഥയാത്ര എന്ന് വിശേഷിപ്പിച്ച സന്ദർശനമാണ്, തീർത്ഥയാത്ര. ഓക്കെ, ഇനി അടുത്തത് 2ാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ളതാണ്. 2ാം കേരള സന്ദർശനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 5ാമത്തെ ചോദ്യം, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. എ പാർട്ട് ബി പാർട്ട്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് നോക്കണം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് റേച്ചൽ കേഴ്സൺ ആണ്. അപ്പോൾ എ 2 ആണ്. ഓക്കെ, 2 ആണ്. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആരാണ് എന്നൊരു ചോദ്യം വരും. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കർ ആണ്. മേധാ പട്കർ എന്ന് പറയുന്നത് 1. അപ്പോൾ ഇത് 1. ഓക്കെ, ഇത് 2. ഇനി ഡൗൺ ടു എർത്തിന്റെ ചീഫ് എഡിറ്റർ ആരാണെന്ന് ചോദിക്കും. സുനിത നാരായൺ ആണ്. 3 സുനിത നാരായൺ. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപക വാങ്കാരി മാതായ്. 4 കിട്ടിയോ? അപ്പോൾ എ 2 എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. എ 2 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ വെട്ടിക്കളയാം. എയും ഉണ്ട് ബിയും ഉണ്ട്. ഇനി ആധുനിക ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആരാണ്? മേധാ പട്കർ ആണ്. അപ്പോൾ ബി 1 ഏതാണ് നോക്കുക. ബി 1 നമ്മുടെ ഓപ്ഷൻ ബി മാത്രമാണ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. ബി നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? സുനിത നാരായൺ. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ആരുമായി ബന്ധമുള്ളതാണ്? വാങ്കാരി മാതായ് അല്ലേ. അതുപോലെ
പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് നമ്മൾ ആരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റേച്ചൽ കേഴ്സണെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് മേധാ പട്കർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഭാഗം. 6ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ. നെഫ്രോൺ ആണോ? അല്ല, ന്യൂറോൺ. 7ാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുമെന്ന് ഏത് നിയമമാണ്? ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. നമ്മുടെ ഫ്ലഷ് ടാങ്കിന്റെ ഒക്കെ കാര്യം ആലോചിച്ചാൽ മതി. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ദ്വിമണ്ഡല സംവിധാനം കടപ്പാട് ഏതു രാജ്യത്തോടാണ് എന്നാണ് ചോദ്യം? ബ്രിട്ടനുമായിട്ടാണ് കടപ്പാട്. 9ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും പഴക്കമുള്ള എക്കൽ മണ്ണ് ഏതാണ്? ബങ്കർ ആണ്. ഏറ്റവും പഴക്കമുള്ളത് ബങ്കർ, പുതിയതാണെങ്കിൽ ഖാദർ ആണ് കേട്ടോ. ഖാദർ പുതിയത്, പഴയത് ബങ്കർ. ഓക്കെ. 10ാമത്തെ ചോദ്യം, മാനാ ചുരം, നീതി ചുരം, അതുപോലെ തന്നെ ലിപുലേഖ് ചുരം എന്നിവ ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. LP UP പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ സിലബസ് സമയബന്ധിതമായി തീർക്കാൻ പറ്റുന്ന രീതിയിൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരു മെൻറ്ററുടെ സപ്പോർട്ടോടുകൂടി ഫുൾ സിലബസ് പ്ലസ് സ്കൂൾ പാഠപുസ്തകം പിന്നെ ഫോക്കസ് ഏരിയ ഇതെല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ജസ്റ്റ് 1200 രൂപ മാത്രമാണ്. ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും മെൻറ്ററുടെ സപ്പോർട്ടും മോഡൽ എക്സാമും റിവിഷൻ എക്സാംസും തൊഴിൽ വാർത്തകളുടെ എക്സാമുകളും എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ട് ഫുൾ ടൈം ഒരു മെൻറ്ററുടെ സപ്പോർട്ടോടുകൂടി മോട്ടിവേഷനോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം. 1200 രൂപ. പുതിയ ബാച്ച് ഇനി വരുന്ന തിങ്കളാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്? ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഏത് മിസ്സാവില്ല. പുതിയ ബാച്ചാണ്. ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക് യു.